നമ്മൾ ഓമന മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? വലിയ വലിയ ഉസ്താദന്മാർ കാണിക്കുന്ന സ്വഭാവങ്ങൾ നമ്മൾ കാണിക്കണം. മാത്രമല്ല മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹു തആല പറഞ്ഞതാണ്, ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം. നിങ്ങൾ അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം. തഖ്വ ചെയ്താൽ മാത്രം പോരാ, വകൂനൂ മഅസ്സാദിഖീൻ, നല്ല പട്ടാങ്ങായ മഹാത്മാക്കളോട് കൂടെ നിങ്ങൾ ആവണം. ഈമാനുണ്ടായാൽ തന്നെ വലിയ പരിപാടിയാണ്. അന്തുമുൽ അലൗന ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ സാദിഖീങ്ങളാണെങ്കിൽ നിങ്ങൾ വലിയ അവസ്ഥക്കാരാണ്. അതുപോലെ വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഏതെങ്കിലും ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുകയാണെങ്കിൽ വമയ്യത്തഖിൽ യജ്അൽ ലഹു മഖ്റജൻ, തൊറോടിപ്പാടിനെ തൊർസിനെ അള്ളാഹു അവന് ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയോ? വകൂനൂ മഅസ്സാദിഖീൻ, പട്ടാങ്ങായ നല്ല മഹാത്മാക്കളായിരിക്കുന്ന ആളോട് കൂടെ നിങ്ങളാവണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാലത്ത് നമ്മളിപ്പോൾ ജീവിക്കുകയാണെങ്കിൽ, ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണെങ്കിൽ നേതാക്കന്മാരെ നോക്കണം. പട്ടാങ്ങായ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ബഹുമാനമുള്ള ഗസാലി മാമത്തങ്ങൾ ആ സാദിഖീനാക്ക് തഫ്സീർ എടുത്തിട്ടുണ്ട്. എന്താണെന്നോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വേണ്ടതുപോലെ മനസ്സിൽ മനസ്സിലാക്കിയ ആളാണ്. വേണ്ടതുപോലെ അല്ലാഹു തആലാനെ മനസ്സിലാക്കിയതായ ആളാണ്. അങ്ങനത്തെ സാദിഖീങ്ങളെ കൂടെ നിങ്ങളാവണം. ഉദാഹരണമായിട്ട് നമ്മളുടെ കാലത്താണല്ലോ മഹാനായ ഉള്ളാളത്തോർ വഫാത്തായിപ്പോയത്. ഉള്ളാളത്തോർ വഫാത്തായിപ്പോയി. ഉള്ളാളത്തോരെ ഉസ്താദാണല്ലോ മഹാനായ ഇ.കെ. ഉസ്താദ്, ഓറും വഫാത്തായിപ്പോയി. അവരെ ഉസ്താദാണല്ലോ കണ്ണിയത്തോർ, അവരും വഫാത്തായിപ്പോയി. അവരെ ഉസ്താദാണല്ലോ കുത്തുബി, അതും വഫാത്തായിപ്പോയി. ഇങ്ങനെയെല്ലാം ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സാദിഖീങ്ങളായ കൂടെ ആവണം. അപ്പോൾ മഹാനായ കുത്തുബി എന്ത് ചെയ്യുന്നു? അത് നമ്മളെല്ലാവരും കണ്ടവരല്ല, ചെയ്യും പോലെ ചെയ്യണം. അതുപോലെ കണ്ണിയത്തോർ എന്ത് ചെയ്യുന്നു? അതുപോലെ ചെയ്യണം. ഇ.കെ. ഉസ്താദ് എന്ത് ചെയ്യുന്നു? അതുപോലെ ചെയ്യണം. ഉള്ളാളത്തോർ എന്ത് ചെയ്യുന്നു? അതുപോലെ ചെയ്യണം. ഇപ്പം നമുക്ക് നിർബന്ധമായിട്ട് വലിയ വലിയ മഹാന്മാരെ, കുറേ വലിയ ആളെല്ലാം വഫാത്തായിപ്പോയി. അല്ലാഹു തആല അവർക്കെല്ലാം ബർക്കത്തും റഹ്മത്തും ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പട്ടാങ്ങായ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് ഞങ്ങളെ ഉസ്താദ് എ.പി. ഉസ്താദ് എന്ത് ചെയ്യുന്നു? എ.പി. ഉസ്താദ് എന്ത് പ്രസംഗിക്കുന്നു? എ.പി. ഉസ്താദ് എന്ത് പ്രവർത്തിക്കുന്നു? അത് എല്ലാം നമ്മൾ നോക്കണം. നോക്കിയിട്ട് നമ്മളെ ആവതുപോലെ നമ്മളത് പ്രവർത്തിക്കുകയും വേണം. ഏതുവരെ എന്നറിയോ? ഇന്ന ഫിത്തബസ്സുമി അലാ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരൻ്റെ മുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നതിലുണ്ട് ഒരു വലിയ ധർമ്മമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരംഭക്കനിയായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ഫിത്തബസ്സുമി അലാ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരനെ ഒന്ന് കണ്ടാൽ നീ ഒന്ന് പുഞ്ചിരിക്കണം. പള്ളിയിൽ നിന്ന് കണ്ടാലും മദ്രസയിൽ കണ്ടാലും എവിടുന്ന് കണ്ടാലും ഒരു പുഞ്ചിരി നിനക്ക് ഉണ്ടാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ നടപടിക്രമങ്ങൾ നമ്മളെ കുട്ടികൾ കാണുമ്പോൾ അവർ ശ്രദ്ധിക്കും. ആ കുട്ടികൾ ശ്രദ്ധിച്ചാൽ, ആ ശ്രദ്ധിക്കുമ്പോൾ നമ്മളെ നടപടിക്രമങ്ങൾ വളരെ മുന്തിയ നിലക്കായിരിക്കണം. നമ്മളെ മാത്രമല്ല, നമ്മളെ വീട്ടിലേക്ക് ചെന്നാൽ, നമ്മളെ ബാപ്പ ഉള്ള സ്ഥലത്ത് ചെന്നാൽ ബാപ്പാട് സലാം പറയണം, ഉമ്മയോട് സലാം പറയണം, ഭാര്യയോട് സലാം പറയണം, മക്കളോട് സലാം പറയണം.
എന്ന് വേണ്ട അയൽവക്കത്തുള്ള ആൾക്കാരോട് നല്ല പെരുമാറ്റം പെരുമാറണം. വക്കൂനുമായ സ്വാദിഖീൻ്റെ വലിയ വലിയ മഹാന്മാർ അങ്ങനെയാണ്. മസല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇതേ നമ്മളെ മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തോറ് ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ പേടിച്ചു പോയി. യാ റബ്ബേ, ഉള്ളാളത്തോറ് ഇങ്ങനെ പെട്ടെന്ന് വന്നത് എന്താണ് റബ്ബേന്ന് തിരിയാത്ത ഞാൻ ബേജാറായ സമയത്ത് ഓർക്ക് തിരിഞ്ഞു ഞാൻ ബേജാറായിനെന്ന്. എന്തായാലും നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. നാളെ പുതിയ സമസ്തൻ്റെ ഒരു മുസാവറയുണ്ട്, അതിലേക്ക് കൂട്ടാൻ വേണ്ടി വന്നതാണ്. ഇത് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ. ആയിക്കോട്ടെ, ഞാൻ വന്നോളാം, ജുമാൻ്റെ ശേഷം ഞാൻ വന്നോളാം. എല്ലാം കുളിച്ച് നനച്ച് പിടിച്ചിട്ട് അങ്ങനെ കുളിച്ച് നനച്ചിട്ട് പിടിച്ചിട്ട് അങ്ങനെയൊന്നും താമസിക്കണ്ട, ഞാൻ ഇവിടെ കുറച്ച് കിടക്കാം, നിങ്ങളൊന്ന് കുളിച്ചിട്ട് ഒന്ന് റായത്തായിട്ട് വരി, നമുക്ക് പോകാം. അങ്ങനെ എന്നെയും കൂട്ടിയിട്ട് മഹാനായ ഉള്ളാളത്തോറ് കോഴിക്കോട് കൊണ്ടുപോയിട്ട് മുസാവറയിലൂടെ എത്തിയിട്ട് വിഷയം പറയിപ്പിച്ചിട്ടല്ല എൻ്റെ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി. ആയിക്കോളി, ഞാൻ പോയിക്കോളാം. അത് പോയിക്കോളാം, നിങ്ങൾ വണ്ടിക്കോ ബസ്സിലൊന്നും വേണ്ട, ഞാൻ വന്ന കാറില്ലേ, അത് എൻ്റെ കാറാണത്, അതിലിരുന്നോളി, നിങ്ങളെ പരക്ക് കൊണ്ടുപോയിക്കോളി, പുരയിന്ന് എത്തിയിട്ട് കാറ് ഇങ്ങോട്ട് വിട്ട് തന്നാൽ മതി. എന്തൊരു സ്വഭാവം! ഈ പാവപ്പെട്ട അലിക്കുഞ്ഞിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യണ്ട. പക്ഷെ അത് അവരുടെ മഹാത്മ്യങ്ങളാണ്, വലിയ വലിയ മഹാന്മാരുടെ മഹാത്മ്യങ്ങളാണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നതും അത് എല്ലാം ശ്രദ്ധിക്കണം. മാത്രമല്ല, നമ്മളെ അയൽക്കാരെ വീടുകളെ കൂട്ടത്തിൽ ഒരു ഹിന്ദുവിൻ്റെ വീടുണ്ടെങ്കിൽ, ഒരു BJP-കാരൻ്റെ വീടുണ്ടെങ്കിൽ, ആ വീട്ടിൽ നിന്ന് രാത്രി പാതിരാക്ക് ആ വീട്ടിലെ കുട്ടികൾ കരയുന്ന കേട്ടാൽ ആ പുരക്ക് പോകണം. മനസ്സിലായോ? നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു BJP-കാരൻ്റെ വീടുണ്ടെന്ന് വെക്കുക, ആ വീട്ടിൽ നിന്ന് രാത്രി പാതിരാക്ക് കുട്ടികൾ കരയുന്ന കേട്ടാൽ ആ വീട്ടിൻ്റെ അടുത്ത് പോകണം, പോയിട്ട് ആ വീട്ടുകാരനെ വിളിക്കണം. എന്താ നിൻ്റെ കുട്ടികൾ കരയുന്നതെന്ന് എന്താ ഒന്ന് പറഞ്ഞുകൊള്ളു. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, പിന്നെ സ്കൂള് വിട്ടിട്ട് അവർ കളിച്ചിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയതാണ്, പാതിരാക്ക് അവർ പൈച്ചിട്ട് കരയുകയാണ്, കൊടുത്തിറാൻ നോക്കുമ്പോൾ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല എന്ന് അവൻ പറഞ്ഞാൽ, നീ നിൻ്റെ വീട്ടിൽ നിന്ന് അയൽവക്കക്കാരൻ്റെ വീട്ടിലേക്ക് ആ മക്കൾക്ക് നീ ഭക്ഷണം കൊണ്ടു കൊടുക്കണം. അതൊരു മര്യാദയാണ്.